ആൻഡ് ഹെർസിഗോവിനയുടെ സ്പ്രിംഗ് ഓഫ് ബോസ്നിയ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു സ്വർഗമുണ്ട്. പ്രകൃതിയുടേതായ പച്ചപ്പും പൂക്കളും നീരുറവയും എല്ലാം ഒറ്റ ഫ്രെയിമിൽ ഉൾപ്പെടുന്ന വെർലോ ബോസ്നിയ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു പ്രദേശത്തെ കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണേ. അല്പം ഭൂമിശാസ്ത്രമായിട്ട് ഈ ഏരിയയെക്കുറിച്ച് പറയുവാന്നേ. മധ്യ ബോസ്നിയയിലും ഹെർസിഗോവിനയിലും ഇക്മാൻ പർവ്വതത്തിന് താഴ്വരയിലുള്ള നീരുറവയാൽ ചുറ്റപ്പെട്ടതാണ് വെർലോ ബോസ്നിയ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ പ്ലേസ്. ഈ വിശാലമായി കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് ആയി വരുന്നത്. നമ്മുടെ വാഹനങ്ങൾ ഇവിടെ ഇട്ടേച്ച് 3 കിലോമീറ്റർ നമുക്ക് നടന്നു കാണാനായിട്ടാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. ബോസ്നിയയുടെ ക്യാപിറ്റൽ ഏരിയ ആയിട്ടുള്ള സരൈവോയിലെ ഇല്ലിഡ്ജ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സരൈവോയുടെ മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് വഴി വന്നാലും ഇങ്ങോട്ടേക്ക് എത്താൻ എളുപ്പമാണ്. അങ്ങനെ ബോസ്നിയയുടെ നമ്പർ 1 എക്കോ ഫ്രണ്ട്ലി ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ പറഞ്ഞ വെർലോ ബോസ്നിയ. ആ കാണുന്ന കെട്ടിടം കണ്ടോ? അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. വെറൈറ്റി സർവീസുകൾ അവിടെ ലഭ്യമാണ്. എക്സാമ്പിളായി പറയുവാണെങ്കിൽ തെർമോ മിനറൽ സ്പാ അടക്കം ഒരുപാട് വെറൈറ്റി ചികിത്സാ രീതികൾ അവിടെ ലഭ്യമാണ്. വമ്പൻ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് റെസ്റ്റോറൻ്റ് ആണെന്നേ പറയില്ല അല്ലേ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് നല്ലൊരു ആംബിയൻസ് തന്നെയായിരിക്കും. നേരത്തെ കണ്ട കുഞ്ഞൻ കുതിര മാത്രമല്ല, അപ്പോൾ ഒരുപാട് പേരിതാ സവാരിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ഒരു കണക്കിന് ഈ 3 കിലോമീറ്റർ നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഈ ഒരു സൗകര്യം വലിയ ഉപകാരമാണ്. എനിവേ, ഫസ്റ്റ് സവാരി കിട്ടിയ സന്തോഷത്തിൽ വെളുമ്പി സുന്ദരി ഇതാ ഒരു ഫാമിലിനെ കൊണ്ട് പോകുന്നു. കണ്ടോ, കൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ കാൽനടയായും സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. ഇതിനിടയിലൂടെ നടന്നു പോകുന്ന സുഖം വേറെ തന്നെയാണ്. നടക്കാൻ വലിയ കയറ്റമോ ഇറക്കമോ വെയിലോ ഒന്നുമില്ല. നല്ല നിരപ്പായ ഒരു പാത. ചെറിയ കാറ്റും കൂടി ആയപ്പോൾ സുഖയാത്ര. ഈ കാണുന്ന വെള്ള ശില കണ്ടോ? ഇതൊരു നടന്ന സംഭവത്തിൻ്റെ സ്മാരകമാണ്. 2016 ഫെബ്രുവരി 8 അലിസ എന്ന പെൺകുട്ടിയും അവളുടെ കാമുകനും ഇവിടെ വെച്ച് അവളുടെ മുൻ കാമുകനും കുറച്ച് ആളുകളും ചേർന്ന് ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കപ്പെട്ടു. പിന്നീട് അവൻ ആശുപത്രിയിലാവുകയും ആശുപത്രിയിൽ നിന്ന് ആരോഗ്യം സുഖം പ്രാപിച്ചു വരും ദിവസങ്ങളിൽ മരണപ്പെട്ടു. ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആ കേസ് അധികാര സമ്മർദ്ദത്തിൽ മായ്ച്ചു കളഞ്ഞതാണെന്നും അനുസ്മരിപ്പിച്ച് അവൻ്റെ മാതാപിതാക്കൾ സ്ഥാപിച്ചതാണ് ഈ ശില. കാൽനട യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് കുതിരവണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ കുളമ്പടി ശബ്ദം കൂടി ആയപ്പോൾ നമ്മുടെ നടത്തത്തിന് അല്പം വേഗം കൂടിയെന്ന് തോന്നുന്നു. 1 വേക്ക് മാത്രമായി 15 KM ഹോഴ്സ് റൈഡിനുള്ള ഫീസ് വരുന്നത്. ശരിക്കും വിഷ്വൽസ് എടുക്കാൻ ഓർത്ത് ഹോഴ്സ് റൈഡ് ഞാൻ വേണ്ടെന്ന് വെച്ചു. മെല്ലെ നടന്നു. നമ്മളിപ്പം നടന്ന് ഈ ഏരിയയുടെ എൻഡിങ്ങിലേക്ക് എത്തി. യാത്ര തീർന്നിട്ടില്ല കേട്ടോ. ഇനി വലതുഭാഗത്തായിട്ട് മെയിൻ ഏരിയ വരുന്നത്. ഇവിടെ ഒരു 5 മാർക്ക് എൻട്രി ഫീ ആയിട്ട് പേ ചെയ്ത് നമുക്ക് അകത്തേക്ക് നടക്കാം. ഇപ്പം നമ്മൾ അകത്തേക്ക് നടന്നു തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഇത്രയും നേരം കണ്ട കാഴ്ചകളേക്കാൾ എന്തൊക്കെയോ മാറ്റം വന്നതായി തോന്നിയില്ലേ? ഈ കാണുന്ന സൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയോ. സീനറി എന്ന് പറഞ്ഞാൽ ദാ ഇതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. നിശ്ചലമായ തെളിഞ്ഞൊരു തടാകവും ചുറ്റും മരങ്ങളും ലാവിഷായി ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നീന്തി തുടിക്കുന്ന അരയന്നങ്ങളും. ഈ കാഴ്ച ഒരു ഫുൾ HD മികവിൽ
ഡിസ്കവറി ചാനൽ ബിഗ് സ്ക്രീനിൽ കാണുന്ന പോലെ ഉണ്ടാവൂലേ? മറുഭാഗത്താണെങ്കിലോ, പതഞ്ഞൊഴുകുന്ന നീരുറവയും ഒരു കുഞ്ഞൻ പാലവും കൂടി ആയപ്പോൾ ഷോട്ട് റെഡി. നല്ല കിഡ് ഷോട്ട്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഗുണം നൽകുന്ന തെർമോമിനറൽ ജലമാണിത്. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇഗ്മാൻ പർവ്വതത്തിന്റെ താഴ്വര ഭാഗം കൂടിയാണിത്. അതുമാത്രമല്ല, അതുപോലെ ചെറിയ അരുവികൾക്ക് മുകളിലായി പാലങ്ങൾ ബന്ധിപ്പിച്ച് ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകൾ ഇവിടെ പലയിടത്തും കാണാം. കഴുത്തുവരെ പീകോക്ക് ഷെയ്ഡിൽ തിളങ്ങുന്ന ഇവരും ഒരുതരം താറാവാണ്. വൈൽഡ് ഡക്ക് എന്നറിയപ്പെടുന്ന മല്ലാടുകളാണിവ. ഇവയെ ഒരുപാട് ഇവിടെ കണ്ടുവരുന്നുണ്ട്. കൂടാതെ സബ് ട്രോപ്പിക്കൽ അമേരിക്ക, യുറേഷ്യ, നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലും കാണാം. കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണിവർ. ഈ എക്കോ ഫ്രണ്ട്ലി യാത്രയും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.